ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഞാനൊരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിക്കുകയായിരുന്നു. വൈകുന്നേരം 5 മണി തുടങ്ങി രാത്രി 11 മണി വരെ ഉണ്ട് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഇപ്പോൾ സമയം 5 മണിയായി. ഈ കുട്ടി ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പുറത്തേക്ക് ഓടി നടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് മാങ്ങ കൊടുത്തിട്ട് ഒരു കടി കഴിച്ച് പുറത്തേക്ക് ഓടിയതാണ്. അപ്പം മണ്ണ് പറ്റിയിട്ട് എനിക്ക് കൈ കൊണ്ട് കാണിച്ചു തരായിരുന്നു. ഞാനപ്പോൾ അത് ശ്രദ്ധിച്ചില്ല, മാങ്ങ കൊടുക്കാൻ നോക്കായിരുന്നു. അപ്പോഴാണ് കാണിച്ചു തന്നത്. ഞാൻ ശ്രദ്ധിച്ചപ്പോഴേക്കും അവൾ മണ്ണ് വാരിയ കൈ വെച്ചിട്ട് എൻ്റെ ഡ്രസ്സുമൊക്കെ തേച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള ഒരു ശീലമാണ് മേല് തേക്കുക, അവളുടെ മേല് തേക്കുക, പിന്നെ എൻ്റെ ഡ്രസ്സുമേ തേക്കുക, അങ്ങനെയുള്ളൊരു പണി. അവൾക്കൊരു സന്തോഷം. പിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ. അതുകൊണ്ട് വലിയച്ഛനും വല്യമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുകളിലോട്ട് നോക്കുന്നത് വേറെ ഒന്നുമല്ല, അവിടെ ഒരു 2 ചേച്ചിമാരുണ്ട്. അപ്പോൾ അവരെ കാണുമ്പോൾ എപ്പോഴെപ്പോഴും ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. അമ്മ പുതിയ റോസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റോസ് പൊട്ടിച്ച് അമ്മ ചോദിച്ചുള്ളൂ, റോസ് പൂവ് വിരിഞ്ഞിട്ട് ഒന്നും പോണില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം എല്ലാം ശരിയാക്കി തരും അവൾ എന്ന് പറഞ്ഞു. അത്യാവശ്യം കുറച്ച് പൂവുകളൊക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് ഈ പൂ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇനി ഓണമല്ലേ വരാൻ പോണത്, അപ്പോൾ കുറേ പൂക്കൾ ആവശ്യമാണല്ലോ. അപ്പോൾ അത്യാവശ്യം പൂക്കൾ വീട്ടിൽ തന്നെ ഉണ്ടാവണത് നല്ലതാണല്ലോ. ഇപ്പം എല്ലാവരും വീട്ടിൽ തന്നെ പൂവ് വളർത്തുന്നുണ്ട്, വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓണത്തിന്. അപ്പോൾ ഇപ്പോഴേ തന്നെ ചെടികളൊക്കെ നട്ട് പിടിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഈ കുട്ടി ഞാൻ വീഡിയോ എടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കാണാണ്ട് അവൾ കുറേ പൂ പൊട്ടിച്ചു കേട്ടോ. എത്ര പൂവ് പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞാലും അവൾ പൊട്ടിക്കും. ഈ പൂവ് ആകെ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. കുറേ ഉണ്ടാകുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ. മഴയൊക്കെ ആയതുകൊണ്ട് കുറേയൊക്കെ പോയി. ഇവ പിന്നെ മണ്ണിക്കളി തുടങ്ങിയിട്ടോ. ഇവിടെ വന്നതിന് ശേഷം മണ്ണിക്കളി കൂടുതലാണ്. സമയം 6 മണിയായിട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഈ കുട്ടീനെ കുളിപ്പിക്കാമെന്ന്. അങ്ങനെ കുളിപ്പിച്ച് വന്നപ്പോഴാണ് നല്ലൊരു മഴ പെയ്തത്. കർക്കിടക മാസത്തിനൊരു പ്രത്യേകതയുണ്ട്, നല്ല മഴകളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറേ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചപ്പോഴാണ് മഴകളായിരിക്കും. അപ്പോൾ ഈ കുട്ടിയാണെങ്കിൽ മഴയത്ത് നനയാൻ വേണ്ടി പോയതാട്ടോ. ഞാൻ ചീത്ത പറഞ്ഞ് പിടിച്ച് കയറ്റിയിട്ടോ. ഞങ്ങളെ വീട്ടിലുണ്ടായ പഴമാണ് കേട്ടോ, സീതപ്പഴം. ഇതിൻ്റെ തൈ ഹസ്ബൻഡ് വീട്ടിലോട്ട് കൊണ്ടുപോയി അവിടെ പിടിപ്പിച്ച് ഇപ്പോൾ അവിടെയും ഉണ്ടായിട്ടുണ്ട് സീതപ്പഴം. അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഈ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സീതപ്പഴം. അപ്പോൾ അവിടെ ഇവിടെ ഉള്ളതുകൊണ്ട് സുഖം. ഇവിടെ വന്നാലും കൊടുക്കും, അവിടെ പോയാലും കൊടുക്കാറുണ്ട്. ഇത് സീസണിലല്ലാണ്ടും ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. മഴയൊക്കെ അല്ലേ, അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കുട്ടി അതിനിടെ കളിക്കുന്നുണ്ടായിരുന്നേ. അടുക്കളയിലോട്ട് പോവാതിരിക്കാൻ വേണ്ടി ഇട്ടതാണ് ആ ബെഞ്ച്. അപ്പോഴാണ് അവൾ അതിനിടയിൽ കൂടെ കയറിപ്പോയത്. അപ്പോൾ അമ്മയുടെ നിന്ന് അതിന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവൾ കൈ നീട്ടുണ്ട്. അത് ചായ ഇഷ്ടമാണ്, പക്ഷേ അധികം കുടിക്കില്ല, കുറച്ച് കൊടുക്കുള്ളൂ. പിന്നെ അവൾ കുടിക്കുകയാണെങ്കിൽ തന്നെ അത് കളയുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അവൾക്ക് തന്നെ ഇരുന്ന്, അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കാലിൽ നീട്ടിക്ക് ഇരുന്നിട്ടാണ് അവൾ ഇപ്പോൾ കുടിക്കണത്. ഇവിടെ വന്നതിന് ശേഷമാണ് അങ്ങനെ ഇരുന്ന് കുടിക്കണത്. ഹസ്ബൻഡ് വീട്ടിലായിരുന്നപ്പോൾ അങ്ങനെ കുടിക്കലൊന്നും ഉണ്ടായിരുന്നില്ല, ചായ കുടിക്കില്ല. എന്നാലും ഇടയ്ക്കൊന്ന് കൊടുക്കുകയൊക്കെ ചെയ്യുള്ളൂമായിരുന്നു. പിന്നെ ചായ കുടിക്കണ ശീലം നല്ലതല്ലെന്നും പറയും, പിള്ളേർക്ക് അങ്ങനെ ചായ കുടിക്കരുതെന്നും പറയാറുണ്ട്. അപ്പോൾ ഞാൻ ചായ കൊടുക്കൽ കുറവാണ്. അപ്പം ഗ്ലാസ്സിൽ കൈയിട്ടൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് അവൾ പരിശ്രമിക്കണം. അപ്പം ഞങ്ങൾ കളയില്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അവൾ കേൾക്കൊന്നുമില്ല, അവൾ കളയും. പേരിനൊരു ചായ എന്ന് പറയാൻ കൊടുക്കണമെന്നുള്ളൂ. അവൾ ആരെങ്കിലും കുടിക്കുന്നത് കാണുമ്പോൾ അവൾക്കത് കിട്ടണം, എന്നിട്ട് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇത്തിരി കൊടുക്കുകയുള്ളൂ, കളയുമല്ലോ എന്ന് ഓർത്തിട്ട്. ഗ്ലാസ് രണ്ടും കൈ പിടിച്ചിട്ട് കുടിക്കണമെന്ന് വിചാരിക്കും, പക്ഷെ കുടിക്കൊന്നുമല്ല കേട്ടോ. അവൾ വെറുതെ കുടിക്കണ പോലെ കാണിക്കരുത്, എന്നിട്ട് അവളത് കളയുകയും ചെയ്യും. അപ്പോൾ സമയം 6:30. അപ്പം ഞാൻ വിളക്കിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൂജാമുറിയിൽ നിന്ന് വിളക്കെടുക്കാൻ വേണ്ടിയിട്ട് നോക്കായിരുന്നു. അപ്പോൾ കത്തിക്കാൻ വേണ്ടിയിട്ട് കത്തുണ്ടായിരുന്നില്ല, എന്നിട്ട് ഞാൻ കത്തിച്ചിട്ടോ. അപ്പോൾ ഈ കുട്ടി ഇതൊക്കെ കണ്ടിരിക്കണ്ട. പൂജാമുറിയിലെ ആൾ അധികം വരാറൊന്നുമില്ല. അപ്പോൾ വിളക്കൊക്കെ കത്തിക്കണ പൂജാമുറിയിൽ അധികം കണ്ടപ്പോൾ അവൾ നോക്കായിരുന്നു. ഈ കുട്ടിയാണെങ്കിൽ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. വിളക്ക് കാട്ടണതും വിളക്ക് വെക്കണതും ഒക്കെ അതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ഈ കുട്ടീനെ നാമം ചൊല്ലാൻ വിളിച്ചിട്ട് അവൾ വരണുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മയാണെങ്കിൽ അടുക്കളയിലായിരുന്നു. അപ്പോൾ ഈ കുട്ടി അടുക്കളയിൽ അമ്മാമ്മ എന്തുട്ടാ ചെയ്യണമെന്ന് നോക്കാൻ പോയിക്കായിരുന്നു.
വിശ്വവിനോദിനി നന്ദിനുതേ ഗിരിവരവിന്ധ്യശിരോദിനി വാസി വിഷ്ണുവിൽ. അങ്ങനെ അമ്മ അടുക്കളയിൽ നിന്ന് പോന്നപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്ന് നാമം ചൊല്ലാനൊക്കെ ഇത്തിരി നേരം ഇരുന്നു കേട്ടോ. ഇത്തിരി നേരം ഇരിക്കുള്ളൂ. അതിനുശേഷം അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ടോ. ഇവിടെ നിറച്ച് കൊതുവാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി ഈ നെറ്റ് വാങ്ങിച്ചിട്ട്. ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ജസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടെക്നിക്കാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് സാധനങ്ങൾ വാങ്ങിച്ച് വരുമ്പോൾ നല്ലൊരു പൈസ വരും. ഫിറ്റ് ചെയ്യാനും ഒക്കെ നല്ലൊരു പൈസ വരും. ഇതിപ്പോൾ കുറേ നാളായി വാങ്ങിച്ചിട്ട്. അപ്പോൾ അത് അത്യാവശ്യം വെർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി. അതുപോലെ ജനാലകൾക്കും ഇങ്ങനെ നെറ്റ് നമുക്ക് ഓൺലൈൻ വഴി യൂസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ചുരുങ്ങിയ ചിലവിൽ കാര്യം കഴിയുമല്ലോ, നമുക്ക് കാര്യം നടന്നാൽ പോരെ എന്ന് പറയണ പോലെ ആമസോണിൽ ജസ്റ്റ് അടിച്ചു കൊടുത്തു. അപ്പോൾ സാധനമുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ അത് വാങ്ങിക്കുകയും ചെയ്തു. പിന്നെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ ജസ്റ്റ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമസോണിൽ കിട്ടുമെന്ന്. അപ്പോൾ ആളും പറഞ്ഞപ്പോൾ പിന്നെ അന്ന് സെർച്ച് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നോക്കിയതാണ്. പക്ഷേ ഈ കുട്ടി ഉള്ളപ്പോൾ വാതിലൊന്നും തുറന്നിടാൻ പറ്റില്ല. അവൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കിടക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് അധികം വാതിൽ തുറക്കാറില്ല. ദിവ്യായ ദേവായ ചിദംബരായ തസ്മൈനകാരായ നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ. അങ്ങനെ നാമം ചൊല്ലൽ കഴിഞ്ഞപ്പോഴാണ് ഫ്രിഡ്ജിൽ നിന്ന് അരവണ പായസം എടുത്തത്. മൂകാംബികയിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയും. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ തീരാറായി. അപ്പോൾ ഈ കുട്ടിക്ക് കുറച്ച് കൊടുക്കാറുണ്ട്, കൈ കിട്ടണം അവൾക്ക്. അപ്പോൾ ലാസ്റ്റ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് സമ്മതിക്കണില്ല അവൾ. അപ്പോൾ ലാസ്റ്റ് അമ്മയാണ് കൊടുത്തത്. അതും പിടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കസാര, ഞങ്ങളുടെ വീട്ടിൽ കസാര ഒന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. അവൾ ഒട്ടും സമ്മതിക്കില്ല. കസാര പിടച്ച് മേലോട്ട് കയറും. അവിടെ ആയാലും ഇവിടെ ആയാലും കണക്കാണ്. കസാര ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ മാറിപ്പോകുമ്പോൾ അവൾ അതുമ്പോൾ കയറിയിട്ട് മേലെ മേശപ്പുറത്ത് കയറി നിൽക്കലൊക്കെയാണ്. അപ്പോൾ പേടിയായതുകൊണ്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. പക്ഷെ അതും ഡേഞ്ചറാണ്. അവൾ തട്ടി വീഴുകയൊക്കെ ചെയ്യും. ഇപ്പം അമ്മ അടുക്കളയിൽ പോയപ്പോൾ അവളെ വാതിലടച്ചു. അപ്പോൾ അതിന് കരയണതാണ് അവൾ. ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഞാൻ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ അടുത്ത് അവളുടെ ചെണ്ടയുണ്ട്. അപ്പോൾ ആ ചെണ്ട അച്ഛൻ വാങ്ങിച്ചു കൊടുത്തതാണ്. ശബരിമലയിൽ പോയപ്പോൾ വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പോൾ അത് എടുത്തോണ്ട് വരാനും ഒക്കെ പറഞ്ഞു. പക്ഷെ അവൾക്ക് ദേഷ്യം മാറുന്നുണ്ടായിരുന്നില്ല. അമ്മ വാതിലടച്ചെന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു വിഷമമായിരുന്നു. അത് ദേഷ്യം കയറിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നല്ല തല്ല്. അപ്പോൾ ചെണ്ടേമ്മ കൊട്ടുണ്ടതിന് പകരം ചെണ്ടനെ കൊട്ടി കരി തീർക്കായിരുന്നു അവൾ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വിട്ട് ഒരു തല്ല് കിട്ടി കേട്ടോ. കൊട്ട് 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 എൻ്റെ പൊന്നേ കൊട്ടടി ചെണ്ടേമ്മ. അത് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി ടി വി കാണാം കേട്ടോ. അവൾ പരസ്യം ഭയങ്കരമായിട്ട് കാണാറുണ്ട്. അവൾക്ക് പരസ്യം കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറൊന്നും കാണുന്നില്ല, പരസ്യം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിനിടയിൽ കുട്ടീനോട് കെട്ടിപ്പിടിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളിപ്പോൾ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമെന്ന് പറയുമ്പോൾ ഹഗ് ചെയ്യാമെന്നുള്ളൊരു ഇതിൽ ഹഗ്ഗൊക്കെ ചെയ്യും കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഹഗ് ചെയ്യാനല്ല, പൊട്ടെടുക്കാനാണെന്ന്. അവൾക്ക് പൊട്ട് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും വാശിയാണ് പൊട്ട് വേണമെന്നുള്ളത്. അപ്പോൾ ചില നേരത്ത് ഭയങ്കര സ്നേഹം, ചില നേരത്ത് തല്ലിയും പിച്ചയും കടിക്കുകയൊക്കെ ചെയ്യും, മാന്തൊക്കെ ചെയ്യും കേട്ടോ. ഇപ്പം ഇത്തിരി കൂടുതലാണ് കുറുമ്പ്. അത് കഴിഞ്ഞതിന് ശേഷം ചെണ്ട എടുത്തിട്ട് അവൾ ചെറുതായിട്ട് കുറച്ചൊന്ന് കളിക്കുന്നുണ്ടായിരുന്നു ചെണ്ട കൊട്ടി. അങ്ങനെ വലിയ കാര്യമായിട്ട് കളിയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 പഴം വീട്ടിലുണ്ടായതാണ്. അപ്പോൾ 2 പഴം എടുത്തു അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവൾ ഒരു പഴം എടുത്ത്. പക്ഷെ തൊലിയൊന്നും ഇരിക്കാത്തതുകൊണ്ട് ഞാൻ തൊലി ഒലിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ തൊലിയൊക്കെ ഒലിച്ച് കൊടുത്തു കേട്ടോ. പക്ഷെ അവൾ അധികം കഴിക്കാറില്ല പഴം. കഴിച്ചാൽ തന്നെ കുറേ തുപ്പിക്കളയും അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അവൾ കഴിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഓരോന്നോരോന്ന് തുപ്പിക്കളഞ്ഞ് അടിയിലൊക്കെ ഇട്ട് അവൾ കൈ ഇതാക്കും, നന്നായിട്ട് പിച്ചി കൂട്ടും അത്. അപ്പോൾ അവൾക്കത് കളിയാണ്. അപ്പം ഞാനപ്പോൾ ചീത്ത പറഞ്ഞ് ലാസ്റ്റ് കൈയൊക്കെ കിഴിച്ചു കേട്ടോ. ഇപ്പോൾ ഉള്ള ശീലമാണ് ഇങ്ങനെ ഒച്ചെടുക്കൽ ഒക്കെ കാണിക്കൽ.
പിന്നെ ഈ മേശയമ കയറി പിടച്ച് കയറലും ഒക്കെ ഇത്തിരി കൂടുതലാണ്. ഇത് നോക്കണ്ട, പിടച്ച് കയറൽ എപ്പോഴും പിടച്ച് കയറാറുണ്ട്. ഇതുപോലെ ഇതിനേക്കാളും പെട്ടെന്ന് നടന്നാണ് കയറാറ്. കയറി ഇറങ്ങുക, ഇങ്ങനെ അപ്പുറത്ത് കൂടെ വരാം. ഇതന്നെ പണീൻ്റെ. അച്ഛനൊരു 8 മണിയാകുമ്പോൾ വരാറുണ്ട്. അപ്പം അച്ഛൻ വന്നപ്പോൾ വാതിൽ തുറന്നപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി വന്നിട്ടുണ്ടെന്ന്. അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛൻ എന്നെ എപ്പോഴും പുറത്തേക്ക് എടുത്തുകൊണ്ടൊക്കെ പോകും. അപ്പോൾ ആ ശീലമുള്ളതുകൊണ്ട് അച്ഛനെ ഭയങ്കര കാര്യമാണ്. അപ്പം അച്ഛൻ ഇന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് വേഗം അവളത് പിടിച്ചു കേട്ടോ. ഞാനപ്പോൾ അവളെയും തട്ടിപ്പറിച്ച് വാങ്ങിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലഡുവാണ്, പിന്നെ ഒരു കേക്ക് ഉണ്ട്. അച്ഛൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കേക്ക് കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ്. പിന്നെ ഇത് അച്ഛൻ്റെ കടയിലുള്ള ലഡുവാണ്. അപ്പോൾ അത് അവൾ സമ്മതിക്കണില്ല, ഞാൻ തിന്നാന്നുള്ള രീതിയിൽ അവൾ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം അച്ഛനും മോളും കൂടെ രാത്രി വെറുതെ നടക്കാനൊക്കെ പോകും കേട്ടോ ഇത്തിരി നേരം. ഇന്ന് മഴ ആയതുകൊണ്ട് പുറത്തിറക്കിയില്ല, അല്ലെങ്കിൽ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാറുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കയ്യിൽ പൂവ്. അപ്പോൾ ഈ പൂവ് എന്താണ്, ആര് വന്നാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അനിയത്തി വിളിക്കേണ്ട ടൈമായി. 8 മണിയാകുമ്പോൾ അനിയത്തി വിളിക്കാറുണ്ട്. അപ്പോൾ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനിയത്തി പഠിക്കാൻ പോയിക്കാണ്, ഹോസ്റ്റലിലാണ്. അപ്പോൾ ആൾക്ക് ഫോൺ 8 മണിയാകുമ്പോൾ കിട്ടുള്ളൂ. 8 മണി തുടങ്ങി ഞങ്ങൾ ഭയങ്കര ബിസിയായിരിക്കും. കോളുകളുടെ ബഹളമാണ്. ഹസ്ബൻഡ് വീടിൻ്റെ അമ്മയും അച്ഛനും വിളിക്കും, അനിയൻ വിളിക്കും, പിന്നെ ഹസ്ബൻഡ് വിളിക്കും, അങ്ങനെ. അപ്പോൾ ഞങ്ങൾ സമയം കുറേ പോവും. അങ്ങനെ ഈ ഊട്ടി മേമനെ വിളിച്ച് ഫോൺ താഴെ ഇട്ടു കേട്ടോ. അപ്പോൾ അമ്മയുടെ പുതിയ ഫോണാണ്, ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ട് കുറച്ചാളായിട്ടുള്ളൂ. അതിനുശേഷം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൊറോട്ട അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. സാധാ ചിക്കൻ കറിയല്ല, മറ്റേ ബട്ടർ ചിക്കനാണ് വെച്ചത്. അപ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലും വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം ഈ കുട്ടിയും മുട്ട കൊടുക്കാമെന്ന് വെച്ചിട്ട് നിന്നപ്പോഴാണ് അച്ഛൻ ഈ കുട്ടീനെ പൊന്നായിരിക്കുന്നത് കണ്ടത്. അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഓരോന്നിങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവൾക്ക് മുട്ട എടുത്ത് കൊടുക്കായിരുന്നു. അവളാണെങ്കിൽ കുറേയൊക്കെ കളയും മുട്ട. ചിലപ്പോൾ കഴിയും, ചില നേരത്ത് കളി പോലെയാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇങ്ങനെ കളയലും ഒക്കെ ആയിരുന്നു. ഞാനതിനിടെ ചീത്തൊക്കെ പറയണ്ടിട്ടോളോ, മുട്ട മരിയൊക്കെ കഴിക്കുമെന്ന് പറയാറുണ്ട്. അവൾക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം അമ്മ പൊന്നായിരിക്കുന്നതാണത്. എന്തായാലും അമ്മ കണ്ണു കണ്ടിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എത്ര പറഞ്ഞാലും കേൾക്കാത്തൊരു കാര്യമാണ് അവൾ ചെയ്യണത്. അവളെ തല്ലിയിട്ടൊരു കാര്യമില്ല, ഇത് ചെയ്തിട്ടും അവള് പ്രയോജനമില്ല. പക്ഷെ അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പേടിപ്പിക്കുകയാണ് ചെയ്യണം, പാറ്റിയുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഐസ്ക്രീം എടുക്കാമെന്ന് പറഞ്ഞു. അവൾക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ ഐസ്ക്രീം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ ഓടി വന്നതാണ് കേട്ടോ. പക്ഷെ ഐസ്ക്രീം അല്ല, ഞാൻ അവളെ പറ്റിച്ചതാണ്. കേക്കാണ് അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ടെന്നത്, നേരത്തെ കണ്ടിരുന്നല്ലോ. അപ്പം ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി ഇത്തിരി നേരം വൈകിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഒന്നും കഴിക്കില്ല, മുട്ട വച്ചതോ ഒന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ അവൾ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഇതാണ്. അപ്പോൾ ഇത് തുറന്ന് കണ്ടപ്പോൾ, ഫ്രിഡ്ജ് തുറന്ന് കണ്ടപ്പോൾ അതിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു. ഭയങ്കര കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് കരച്ചിലൊക്കെ മാറി. അത് കഴിഞ്ഞപ്പോൾ അവൾക്കത് കൈ കിട്ടണം തിന്നാനായിട്ട്. അപ്പോൾ ഞാൻ കൈ കൊടുത്തില്ല, അല്ലെങ്കിൽ അവൾ പിച്ചി കൂട്ടി അവളുടെ മേത്ത് തന്നെ ആക്കുമെന്ന് എനിക്കറിയാം, കിടക്കേണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ തിന്നാനായിട്ട് അവൾ തിന്നാൻ വേണ്ടിയിട്ട് കാര്യം നീട്ടണതാണ്. അപ്പോൾ അവൾക്ക് ആണെങ്കിൽ ഭയങ്കര കൊതി കേട്ടോ, ഐസ്ക്രീമും കേക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര, അവൾക്ക് അതിനൊക്കെ വായ തുറക്കാനും കഴിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷെ അവൾ ചോറ് അങ്ങനത്തെ ഒരു കാര്യങ്ങളും അവൾക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും കഴിക്കില്ല. രാത്രി ഞാൻ പാല് തിളപ്പിച്ച് കൊടുക്കാറുണ്ട് അവൾക്ക്. അപ്പോൾ അത് കുടിച്ചതിന് ശേഷം അവൾ കിടന്ന് ഉറങ്ങാറ്. അപ്പോൾ 11 മണി ആവാറായി. അപ്പോൾ കിടക്കാൻ നേരത്ത് ഞാൻ ലിപ് ബാമൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ബീട്രൂട്ടിൻ്റെ ഒരു ലിപ് ബാമാണ്. ഞാനൊരു ഓൺലൈൻ വഴി സൈറ്റിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നൈറ്റ് ക്രീമും പിന്നെ കണ്ണിൻ്റെ അടിയിലിടുന്ന അണ്ടർ ഐ ക്രീമും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ലിപ് ബാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ലിപ് ബാം എനിക്ക് ബ്ലാക്ക് കളർ വന്നിട്ടുണ്ടായിരുന്നു. മറ്റേ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് കൂടുതലും അങ്ങനെ വന്നതാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് ലിപ് ബാം യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നല്ല മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഈവനിങ് ടൈമിൽ 5 മണി തുടങ്ങി 11 മണി വരെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ കാണിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.